നമ്മുടെ ഒപ്പം കുറച്ച് മിടുക്കികളുണ്ട്. ഏതിലാ പങ്കെടുത്തേ? ഞാൻ 7 ഇനത്തിനുണ്ടായിരുന്നു. 7 ഇനത്തിൽ? അയ്യോ, ഏതൊക്കെയാണ് പറ്റത് പറഞ്ഞോളൂ. ഒപ്പന, സാൻസ്ക്രിറ്റ് ഗ്രൂപ്പ് സോങ്, വന്ദേ മാതരം, പാട്രിയോട്ടിക് സോങ്, ഹിന്ദി റെസിറ്റേഷൻ, സാൻസ്ക്രിറ്റ് റെസിറ്റേഷനും അഷ്ടപതി. ഇത് എങ്ങനെയാണ് ഇതെല്ലാം കൂടി പഠിച്ചെടുക്കുന്നതും ഇതിന്റെ ട്രെയിൻ ചെയ്യുന്നതും? അത് കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് പഠിച്ചെടുത്ത് തന്നെ. നിങ്ങൾ എല്ലാവരും 7 ഇനത്തിലുണ്ട്? ഞങ്ങൾ 2 ഇനത്തിലാണ്. പക്ഷെ എനിക്ക് എല്ലാ ഐറ്റവും സ്പെഷ്യലാണ്. എല്ലാ ഐറ്റം ചെയ്യുമ്പോൾ ഞാൻ എൻജോയ് ആണ് ചെയ്യുക. അപ്പൊ അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല. പേര് ഞാൻ ചോദിച്ചില്ല. മഹിമ. മഹിമ ഏത് സ്കൂള്? BSS ഗുരുകുലം. ഗുരുകുലം പാലക്കാട്. എല്ലാരും. അപ്പൊ ഏത് ഐറ്റം ഇപ്പൊ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്? അഷ്ടപതി ഒരു ഭാഗം. അഷ്ടപതി ഒരു ഭാഗം. ഓക്കെ. വികച കദംബ തലേ മിളിതം കലി കലുഷ ഭയം ശമയന്തം മാമപി കിമപി തനംഗ തനംഗ ദൃശാ വപുഷാ രമയന്തം രാസി ഹരിമിഹ വിഹിത വിലാസം സ്മരതി മനോ മമ കൃത പരിഹാസം രാസി ശ്രീജയദേവ ഭണിതം അതിസുന്ദര മോഹന മധുരിപു രൂപം ഹരിചരണ സ്മരണം പ്രതിസംഹൃതി പുണ്യവതാം അനുരൂ. ഗംഭീരം. അപ്പൊ 7 ഐറ്റത്തിൽ എത്ര എണ്ണത്തിന് എ ഗ്രേഡ് കിട്ടി? എല്ലാത്തിനും എന്റെ അമ്മോ, ഗംഭീരം. പെൺപുലി അല്ല, ഒരു പെൺ സിംഹം തന്നെയാണ്. അപ്പൊ ഇത് ഒരു സ്വകാര്യമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, ഇത് ഈ എ ഗ്രേഡും ഗ്രേസ് മാർക്കിനും അല്ലാതെ ഇഷ്ടമായിട്ട് തന്നെയാണ് എല്ലാത്തിനും കൂടി പങ്കെടുത്ത് നോക്കിയല്ലേ? നമ്മുടെ സ്കൂളിൽ അതാണ് പഠിപ്പിക്കണം. നമ്മള് സ്മാപ്പി കോൺസെപ്റ്റ് ആണ് നമ്മുടെ സ്കൂളിൽ ഇതിന്. സോ നമ്മള് പഠിപ്പ് മാത്രമല്ല, കൂടെ തന്നെ എന്താണ് കലോത്സവത്തിൽ എക്സ്ട്രാ. നിങ്ങളൊക്കെ ഏത് ഐറ്റത്തിലാണ് പങ്കെടുത്തേ? ഞങ്ങൾ ചവിട്ടുനാടകം, ഹിന്ദി പ്രസംഗം, അമൃത. ശ്രേയ ചവിട്ടുനാടകവും ഓർക്കസ്ട്ര. ഓക്കെ. അപ്പൊ ഗുരുകുല സ്കൂൾ ഇപ്പൊ മുന്നിലുണ്ട് അല്ലേ? ആർക്കും തകർക്കാൻ പറ്റില്ല. എന്താ നിങ്ങളുടെ സ്കൂളിന്റെ ഒരു പ്രത്യേകത? എന്താ പ്രാക്ടീസിന്റെ കാര്യത്തിൽ? ഓഗസ്റ്റ് മുതൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതാണ്. എല്ലാ ദിവസവും അത് നമ്മളിപ്പോ ഈ ഹാർഡ് വർക്ക് ഒക്കെ ഇപ്പൊ കലോത്സവത്തിൽ കാണുന്നുണ്ട്. നമ്മള് കലയാണ് നമ്മുടെ ലഹരി എന്നാണ് നമ്മളെ പഠിപ്പിച്ചു വരുന്നത്. വേറൊരു ഈ സമൂഹത്തിൽ ഇപ്പൊ ഇത്രയും ലഹരി എല്ലാം ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തില് ഇന്ന് കലയാണ് നമ്മുടെ ലഹരി എന്നുള്ളത് നമ്മള് ഒരു ആശയം കൊണ്ടുവരികയാണ്. കൺഗ്രാറ്റുലേഷൻ വൺസ് അഗൈൻ. ഓക്കെ, ഇപ്പൊ സന്തോഷത്തോടു കൂടി മടങ്ങാണ്. ഇപ്പൊ മടങ്ങും. ഓക്കെ. താങ്ക് യു. അപ്പോൾ പാലക്കാട് ഗുരുകുലം സ്കൂളിന്റെ കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട് സ്നേഹ. അതായത് പോയിന്റ് പട്ടികയിൽ 117 പവന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും മികച്ച, ഏറ്റവും പോയിന്റ് കൂടുതലുള്ള സ്കൂളുകളുടെ പട്ടികയിൽ ബഹുദൂരം മുന്നിലാണ് പാലക്കാട് ഗുരുകുലം സ്കൂൾ. അതിലെ കുട്ടികളാണ് ഇപ്പോൾ ആ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഗുരുകുലം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നമ്മോടൊപ്പം അല്പസമയം മുമ്പ് ചേർന്നത്. എന്തായാലും കൂടുതൽ വിശേഷങ്ങളുണ്ട്. നമുക്ക് തിരിച്ചു വരാൻ തോന്നുന്നു സ്നേഹ. തീർച്ചയായും സേഫു, ഇനിയും മിടുക്കരുണ്ട്. അതായത് പാലക്കാട് ഗുരുകുലം സ്കൂളിലെ കുട്ടികളൊക്കെ പറഞ്ഞത് വലിയൊരു സന്ദേശം തന്നെയാണ്. അതായത് ലഹരി, കലയാണ് ലഹരി എന്നൊക്കെയാണ് അവർ പറയുന്നത്. കുട്ടികൾ അത്തരത്തിൽ തന്നെ കലയെ സ്നേഹിച്ച് മുന്നോട്ട് പോകട്ടെ. സേഫു, ഇനിയും മിടുക്കന്മാരെയും മിടുക്കുകളും ഒക്കെ ആയിട്ട് അവിടെ ഒരുങ്ങിയിരിക്കുക. ഇനി കൂടുതൽ കലോത്സവ വാർത്തകളുണ്ട്, വിശേഷങ്ങളുണ്ട്. സേഫു അവിടെ ഒരുങ്ങും. കുട്ടികളുമായി മിടുക്കരും മിടുക്കിമാരും ഒക്കെ ഇനിയും മീഡിയ വണ്ണിനോടൊപ്പം ചേരും.